ഹേയ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഏകദേശം കുറച്ചൊക്കെ ആയി ഒരു വീഡിയോയൊക്കെ ആയിട്ട് വന്നിട്ട്, അതുകൊണ്ട് എല്ലാവരും എന്നെ മറന്നിട്ടുണ്ടാവും. ഏകദേശം ഈ റമദാൻ്റെ മുന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. റമദാന് ശേഷം പിന്നെ ഞാൻ വീഡിയോയേ ഇട്ടിട്ടില്ല. വേറൊന്നുമല്ല, എനിക്ക് കോളേജിൽ കുറച്ച് എക്സാമും അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിട്ട് അങ്ങനെ നിന്നു. എന്താണേലും ഇനി ഞാൻ ഫ്രീ ആണ്, കാരണം കോളേജും കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്ക് ടു നോർമൽ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഞാനിത് ജസ്റ്റ് ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് പോലെ, അല്ലെങ്കിൽ ഒരു ഹോം വ്ളോഗ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് എടുത്തത്. പക്ഷേ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അവൾക്ക് പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ അവർക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും അങ്ങനെയൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, രാവിലെ നീച്ചപ്പോൾ തന്നെ പുറത്ത് നല്ല മൂടി ക്ലൈമറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചു മഴ പെയ്യുമെന്ന്, പക്ഷെ മഴയൊന്നും പെയ്തില്ല, നല്ല ചൂട് തന്നെയായിരുന്നു. പിന്നെന്താ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. ഇന്നിവിടെ പുട്ടും പഴമൊക്കെ ആയിരുന്നു, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമല്ല. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് കഴിച്ച്, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്തു കൂടെ നടക്കാമെന്ന് വിചാരിച്ച്, എവിടേക്കുമില്ല, ഈ ഗാർഡൻ കൂടെ ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച്. പുറത്തിങ്ങനെ മഴക്കാറ് നിൽക്കണോണ്ട് ശരിക്കൊന്നും മഴ പെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിച്ച്, പക്ഷേ മഴ പെയ്തില്ല. ഇവിടെ വേറെ എവിടേക്ക് ഇങ്ങനെ മഴ പെയ്യണ ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ മഴ പെയ്യണില്ല കേട്ടോ. എപ്പോഴും ചൂട് തന്നെയാണ് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ കുറച്ച് നേരം പുറത്തു കൂടെ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ഇങ്ങനെ നടക്കാനൊക്കെ. ഞാൻ ആദ്യമൊക്കെ ഉണ്ടല്ലോ രാവിലെ നീക്കാൻ വേണ്ടിയിട്ട് നല്ല മടി കാണിച്ചിരുന്നു. ഒരു 10 മണി 11 മണിയൊക്കെ ആവും ഞാനൊന്ന് നീക്കാൻ വേണ്ടിയിട്ട്. ചില ദിവസമൊക്കെ നീക്കണത് ഉച്ചക്കാവും. എന്നിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാരം എൻ്റെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 8 മണി 8:30 അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്താണെങ്കിലും നീക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മാക്സിമം എത്രത്തോളം നേരത്തെ നീക്കാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ നീക്കാൻ നോക്കലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ രാവിലെ നേരത്തെ നീച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇന്നാണെങ്കിലും അതെ, ഇന്ന് രാവിലെ നീച്ചപ്പോൾ തൊട്ടേ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. വീഡിയോസ് എടുക്കാനും കുറേ കാര്യങ്ങൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇന്ന് രാവിലെ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഈ പുല്ലൊക്കെ നല്ല വളർന്ന് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ ഇമ്മ കുറേ പറഞ്ഞിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്യൽ. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, വല്ലാത്തൊരു പ്രൊഡക്ടിവിറ്റി മൈൻഡിലാണ് ഇന്ന് രാവിലെ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ തന്നെ പോയി ക്ലീൻ ചെയ്ത്. അപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ ബെഡ്ഷീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വ്ളോഗിൽ ഞാൻ അധികം ക്ലീനിങ് വീഡിയോസൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം അതൊക്കെ ഭയങ്കര ബോറിങ് ആയിക്കാരം. ഇതിന് മുന്നുള്ള വീഡിയോസിലാണെങ്കിലും ഞാൻ കുറേ അങ്ങനത്തെ വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും അങ്ങനത്തെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബോറിങ് ആയിക്കാരം, അത് പറയുമ്പോൾ എനിക്കും ഭയങ്കര ബോറിങ് ആയിക്കാരം. അപ്പോൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ റൂമൊക്കെ ക്ലീൻ ആക്കിയിരിക്കുന്ന ടൈമിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചത്. അവൾക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കൂടെ പോവാം, എന്താണേലും ഇവിടെ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ പോവാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഷോർട്ട് കുർത്തിയും പിന്നെ എൻ്റെ കയ്യിൽ ഇതിന് പറ്റിയ 2 ഷോളുണ്ട്. ഇതിലിപ്പോൾ ഏതിടും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. പിന്നെ കുറേ നേരം നോക്കിയിട്ട് ലാസ്റ്റ് ആ ബ്ലാക്ക് ഷോൾ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബ്ലാക്ക് ഷോളാകുമ്പോൾ എല്ലാത്തിലേക്കും പോകുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ അത് ഫിക്സാക്കി. പിന്നെ ഈ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഞാൻ കുറച്ച് സിൽവർ ആക്സസറീസാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒരു രീതിയിലും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താണേലും പോവല്ലേ, അപ്പോൾ പിന്നെ അതും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഷോർട്ട് കുർത്തി ഞാൻ ഇതിന് മുന്നുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഞാൻ മീഷോന്ന് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിച്ചതാണ്. എന്താ പറയുക, നല്ല ക്യൂട്ട് പിൻട്രസ്റ്റി വൈബായിട്ടുള്ളൊരു ടോപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ബസ്സിനാണ് പോണത്. എനിക്കങ്ങനെ കാര്യമായിട്ട് ഡ്രൈവിംഗ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ബസ്സിന് പോണതാണല്ലോ സേഫ്, അപ്പോൾ അങ്ങനെ പോണ്. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും വന്ന്. ഇതാണ് എൻ്റെ ഫ്രണ്ട് ഷിനി. ഞങ്ങൾ കോളേജിൽ നിന്നുള്ള പരിചയമാണ്, ഞങ്ങൾ ഒരേ ക്ലാസ്സിലാണ്, ഞങ്ങളാണ് കോളേജിൽ എപ്പോഴും ഒപ്പം നടക്കൽ അങ്ങനെയൊക്കെ. അവൾ മാത്രമല്ല, സനുഷി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 ആളും കൂടെ ആയിട്ടാണ് ഇപ്പോൾ പോണത്. പിന്നെന്താ പറയുക, നല്ല രസമായിരുന്നു. ഇതൊട്ടും പ്ലാൻ ചെയ്ത ഒന്നല്ലായിരുന്നു.
അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങളിപ്പോൾ പോണത്. അപ്പോൾ പിന്നെ നല്ല രസമായിരുന്നു. കുറേ ഏതൊക്കെ കണ്ട ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും ഞാനൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തിയപ്പോഴത്തേനും ഉച്ച പോലും ആയിട്ടില്ല, പക്ഷെ എന്നാലും നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെരിന്തൽമണ്ണ എത്തിയപ്പോൾ തന്നെ ഞങ്ങളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ സ്റ്റുഡിയോക്കാട്ടോ. ഇവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ സ്റ്റുഡിയോക്കാണ് ആദ്യം പോയി നോക്കിയത്. അപ്പോൾ ഞങ്ങൾ പോയ ടൈമിൽ സ്റ്റുഡിയോയിൽ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വേണ്ട ടൈപ്പ് അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഇരുന്നിട്ടുള്ള ഈ ഒരു സ്ഥലം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂവും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഒരു വൈബ് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്കിതൊന്നും തികയൂല, വിശപ്പൊന്നും മാറൂല എന്നൊക്കെ വിചാരിച്ച് പിന്നെ വേറെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കഴിച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് മൂന്നാൾക്കും ഒരേമാതിരി ഫുള്ളായിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഫ്രഞ്ച് ഫ്രൈസ് അത്രയും കൂടുതലായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളതുകൊണ്ട് ഞങ്ങൾ വയറൊക്കെ ഫുള്ളായി. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പുറത്തുനിന്ന് കഴിക്കേണ്ടി വന്നിരുന്നു. എനിക്കാണെങ്കിൽ ഈ വിശപ്പും സഹിച്ചിട്ട് ഷോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റൂല. അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ് പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവൾക്ക് കുറച്ച് ജ്വല്ലറീസും അങ്ങനത്തെ ഐറ്റംസും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ജ്വല്ലറി ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്താ പറയുക, അവിടുത്തെ എല്ലാ കളക്ഷൻസും നല്ല ഇഷ്ടപ്പെട്ടു. ഇവിടെ തന്നെ ഡ്രസ്സും ഉണ്ട്, അതേപോലെ തന്നെ ആക്സസറീസും ഉണ്ട്. അങ്ങനെയൊക്കെയാണ് വരുന്നത്. അതും എല്ലാ കളക്ഷൻസും ഉണ്ട് കേട്ടോ ഇവരുടെ ഈ സ്റ്റോറിൽ. ഞങ്ങളിവിടെ ഈ മാളിലുള്ള അത്യാവശ്യം എല്ലാ ഷോപ്പിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്താ പറയുക, ഇങ്ങനെ ബോറടിക്കുക, ഇങ്ങനെ മട്ടിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് നമ്മളെ ആ ഒരു വൈബിന് പറ്റിയ കുറച്ച് ആൾക്കാരെ കൂടെ ആകുമ്പോൾ നമുക്കങ്ങനെ ബോറടിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ ഷോപ്പ് ചെയ്യുമ്പം. ഞാനിങ്ങനത്തെ ജ്വല്ലറീസൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുക, അത്രേ ഉള്ളൂ. എന്താ പറയുക, ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും വെറുതെ ഇങ്ങനെ നോക്കാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഷോപ്പിൽ വെസ്റ്റേൺ ടൈപ്പ് ആക്സസറീസും പിന്നെ ട്രഡീഷണൽ ടൈപ്പ് അതേപോലെ കുട്ടികൾക്ക് പറ്റുന്ന ആക്സസറീസ് വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഓളെന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ. പിന്നെ വരുമ്പോൾ ഞങ്ങൾ മിനിസോയിൽ കൂടി കയറിയിട്ടുണ്ടായിരുന്നു. മിനിസോയിൽ ഞങ്ങൾ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും വാങ്ങാനൊന്നും പോയതല്ല. പക്ഷേ വെറുതെ ഇങ്ങനെ അവിടെ കുറേ ക്യൂട്ട് ഐറ്റംസ് കണ്ടുകൊണ്ട് വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി. പിന്നെ എനിക്കെൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നെസ്റ്റോൾക്ക് വന്നതാണ്. അങ്ങനെ കാര്യമായിട്ട് വലിയ സാധനങ്ങളൊന്നും വാങ്ങാനില്ല, ചെറിയ സാധനങ്ങൾ അത്രേ ഉള്ളൂ. ആ ഒരു ലെക്സിൻ്റെ ബോഡി വാഷ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, ഞാനിങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ വാങ്ങിയിട്ടൊന്നുമില്ല. അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങൾ മൂന്നാളിങ്ങനെ എപ്പോഴും പുറത്തിറങ്ങി കറങ്ങി നടക്കുന്ന അങ്ങനത്തെ ടീംസൊന്നുമല്ല. ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു, പോയി. പക്ഷേ നല്ല രസമായിരുന്നു. പിന്നെ ഞാനിവിടെ പെരിന്തൽമണ്ണ നെസ്റ്റോയിൽ ആദ്യമായിട്ടാട്ടോ വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കണ്ട അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ആക്കി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, പിന്നെ ഈ ഒരു ഡ്രിങ്ക് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറുതെ ഒന്ന് ടേസ്റ്റ് അറിയാമെന്നുള്ള ലെവലിൽ അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ വിചാരിച്ച് നമ്മൾ മറ്റേ കല്യാണപ്പേരേന്നൊക്കെ കിട്ടൂലേ ഒരു പിസ്ത വെള്ളം, അതാന്ന് വിചാരിച്ചു. പക്ഷേ ഇതല്ല, നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തെ ഒരു ദാഹം മാറ്റാൻ വേണ്ടിയിട്ട് നല്ലതായിരുന്നു. അപ്പം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല. അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ട സാധനങ്ങൾ ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോവാട്ടോ.
വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇമ്മ എനിക്ക് ഈ ഒരു അവൽ മിൽക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് കുടിച്ചപ്പോഴാണ് ഒന്ന് റാഹത്തായത്. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു വീട്ടിലെത്തിയപ്പോൾ. പിന്നെന്താ പറയുക, ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ചൊക്കെ ആയല്ലോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പം എന്താ പറയുക, എന്തോ എവിടെയോ ഒരു പ്രശ്നമുള്ള പോലെ. എന്താണേലും ശരിയാക്കണം. മറ്റേതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഗ്യാപ്പ് വന്നപ്പം എന്തൊക്കെയോ ഇനി ശരിയാക്കാനുള്ള പോലെ തോന്നുക. എന്താണേലും ഇനി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇട്ടുകൊണ്ടിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും ഉണ്ടാവണം ഇൻഷാ അള്ളാ. എന്താ പറയുക, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്കിനി എങ്ങനത്തെയൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളതും നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ഫ്രഷായി വന്നിട്ട് ഞാനിങ്ങനെ ബനാനയും ഗീയും വെച്ചിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും, ഭയങ്കര സിമ്പിളാണ്. ഒരു പാനിലേക്ക് നമ്മൾ ഗീ ഒഴിക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ബനാന കട്ട് ചെയ്തിട്ട് ഇടുക, എന്നിട്ട് മിക്സ് ചെയ്യുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.